ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന റീഡിംഗ് എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് ബേസ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിൽ വരുന്ന പോസിറ്റീവായ കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളുക, നെഗറ്റീവായ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിട്ടുകളയുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്താണ്? ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി റിലേഷൻഷിപ്പിൽ ഇപ്പോൾ എങ്ങനെയാണ് നിൽക്കുന്നത്? നിങ്ങളിപ്പോൾ അവരിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? അവർ ഇപ്പോൾ നിങ്ങളിൽ നിന്നും എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് തരാനുള്ള യൂണിവേഴ്സിന്റെ റിലേഷൻഷിപ്പ് ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ കാർഡ് എന്ന് പറയുന്നത് ഏസ് ഓഫ് പെറ്റക്കിൾസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. എന്ന് പറഞ്ഞാൽ വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ്, ചിലപ്പോൾ നിങ്ങളൊരു ബ്രേക്കപ്പിലായിരിക്കാം, ഈ റിലേഷൻഷിപ്പിലേക്ക് പുതുതായിട്ട് തുടങ്ങണം, ഒരു സ്റ്റെബിലിറ്റി വേണമെന്ന് രണ്ടുപേരും ആഗ്രഹിക്കുന്ന ഒരു എനർജി, ഒരു സീഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ട് എന്നാണ് കാണുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഏസ് ഓഫ് വാൺസ് എന്ന് പറയുന്ന എനർജിയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയുമായ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം തുടങ്ങണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. അതായത് ഒരു അട്രാക്ഷനാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നാണ് കാണുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എങ്ങനെയാണ് നിൽക്കുന്നത് ചോദിച്ചാൽ നമുക്ക് 3 ഓഫ് വാണ്ട് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി നിങ്ങളെ ഒരു ഫ്യൂച്ചറിലേക്ക് കാണുവാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ഫ്യൂച്ചറിൽ നിങ്ങളൊപ്പം വേണമെന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആക്ഷൻ ഒന്നും ആ വ്യക്തിയുടെ ഭാഗത്തുനിന്നും ഇപ്പോൾ ഇല്ല, പക്ഷെ മനസ്സുകൊണ്ട് നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അതായത് ഫ്യൂച്ചറിൽ നിങ്ങൾ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു എനർജിയിലാണ് ആ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. ആ വ്യക്തിയിൽ നിന്നും ഇപ്പോൾ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് ചോദിച്ചാൽ നമുക്ക് 8 ഓഫ് വാൺസ് എന്ന് പറഞ്ഞ ഒരു കാർഡാണ് കിട്ടിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വ്യക്തിയിൽ നിന്നൊരു കമ്മ്യൂണിക്കേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. എത്രയും വേഗത്തിൽ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് മിണ്ടി വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു വരണമെന്ന് നിങ്ങൾ അതിയായി ആഗ്രഹിക്കുന്നു. അതാണ് നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒരു കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ആ വ്യക്തി എന്താണ് നിങ്ങളിൽ നിന്നും ആഗ്രഹിക്കുന്ന ചോദ്യത്തിന് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഇത് എന്ന് പറയുന്നത് 3 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ഒരു എനർജിയാണ്. നിങ്ങളിൽ നിന്നും ആ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൂടെ വന്നു കഴിഞ്ഞാൽ പണ്ടത്തെ പോലെ ഒരു സന്തോഷം ഒക്കെ പങ്കുവയ്ക്കാൻ കഴിയുമെന്ന്, ആ ഒരു സന്തോഷം തിരിച്ചു വേണമെന്നാണ് ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കുള്ള ഒരു റിലേഷൻഷിപ്പിന്റെ ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. അത് നമുക്ക് കിട്ടിയിരിക്കുന്നത് ടെമ്പറൻസ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഇതെന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് ചിലപ്പോൾ ഒരു ബാലൻസിലേക്ക് എത്താനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ഒരു ഹാർമണി ആയിട്ട് നിങ്ങൾക്കിത് വന്നു ചേരും എന്നാണ് പറയുന്നത്.